ഇന്ന് രാവിലെയാണ് മലപ്പുറത്തെ കൂട്ടിലങ്ങാടിക്കടുത്തുള്ള പഴമള്ളൂരിൽ ഒരു സ്കൂൾ ബസിന് മുന്നിൽ ഒരു ബൈക്ക് യാത്ര ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥി തെന്നി വീഴുന്നതും ആ ബസിന്റെ അടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതുമായുള്ള ഒരു സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങൾ, അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പുറത്തുവരികയും ചെയ്തു. നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെയാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ എന്നോടൊപ്പം ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഷഹീദ് നമ്മളൊപ്പം ചെയ്തത്, അതായത് മലപ്പുറം മഅദിൻ അക്കാദമിയിലെ സ്കൂൾ ബസിന്റെ ഡ്രൈവർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബസ്സായിരുന്നു അപ്പോൾ വന്നിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. ഇത് രാവിലെ എപ്പോഴായിരുന്നു സംഭവം ഉണ്ടാകുന്നത്? ഇന്ന് രാവിലെ ഒരു 8:15, ഏകദേശം സമയം 8:15. ആ സമയത്താണ് ഇത് സംഭവിച്ചത്. എവിടെ വെച്ചായിരുന്നു? അതേ പഴമള്ളൂർ സിറ്റിയിൽ നിന്ന് കട്ടുപാറ റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡുണ്ട്. ആ കട്ടുപാറ റോഡിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ടേണിംഗ് ഉണ്ട്. ആ ടേണിംഗിൽ പെട്ടെന്ന് ആ ബൈക്ക് ഭയങ്കരമായ സ്പീഡാണ്. ആ സ്പീഡിൽ വരലും എന്റെ വണ്ടി ബസ് കാണലും അതോടുകൂടി ഓൻ ബ്രേക്ക് ചെയ്തു എന്നാ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ സ്പോട്ടിൽ ബ്രേക്ക് ചെയ്തൊക്കെ പിന്നെ മറിഞ്ഞിട്ട് നെരങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ബാക്ക് വീല് വരെ എത്തി. ഞാൻ എന്നെ കൊണ്ട് കൈവിന്റെ പരമാവധി മാക്സിമം ഇടത്തേക്ക് ചാരി ബ്രേക്ക് ചെയ്തു. അതോടെ രക്ഷപ്പെട്ടു. പരമാവധി ഇടത്തെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഇടത്തെ ഭാഗത്ത് വേറെ എന്തെങ്കിലും ഉണ്ട്. ഇടത്തെ ഭാഗത്ത് ഒരു മതിലും പിന്നെ അതിന്റെ താഴെ ഒരു കോട്ടേഴ്സ് ആണ്, അതൊരു കുഴിയിലാണ്. അപ്പൊ ഇനി എനിക്ക് മാക്സിമം അതിന്റെ അപ്പുറം ഇല്ല അടുപ്പിക്കാൻ. മതിൽമ തട്ടിയിട്ടില്ല എന്നുള്ളൂ. അത്രത്തോളം ഞാൻ കട്ട് ചെയ്ത് മാക്സിമം ലെഫ്റ്റിലേക്ക് അടുപ്പിച്ചു വെച്ചു. അത് പിന്നെ ഞാൻ മിറർ കൂടെ നോക്കുമ്പോൾ ആള് എണീച്ച് പോകുന്നതാണ്. അപ്പോഴാണ് ഞാൻ അള്ളാഹ്ക്ക് സ്തുതി നൽകിയത്. പരിക്കുണ്ടോ കാര്യമായിട്ട്? ഞാൻ പോയി സംസാരിച്ചു. കാര്യമായിട്ട് പരിക്കൊന്നുമില്ല. ചെറുതായിട്ടൊരു ചൊറിച്ചിലുണ്ട്. 2 കൈയിന്റെ വിരലിന് ചെറുതായിട്ട് നഖം ഒരു ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ചെറുതായിട്ട് ഒട്ടിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആളോക്കെയാണ്. ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെ. അള്ളാഹ് സ്തുതി. പടച്ച റബ്ബ് കാവല്. അതാണ് അത്രേ പറയാനുള്ളൂ. വിത്തിൻ സെക്കൻഡിൽ ഇടപെടൽ ഒരു പ്രധാനപ്പെട്ട. അതെ 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 അത് ഞാനൊരു നിമിത്തം അത്രേ പറയാനുള്ളൂ. ബാക്കിയൊക്കെ റബ്ബിന്, പടച്ച റബ്ബിന്റെ കാവല്. ഏതായാലും പിന്നെ പയ്യൻ അവിടെ ആ പ്രദേശത്തുള്ള ആളാണ്. അതെ, അവിടെ അടുത്തുള്ള ആൾ തന്നെയാണ്. കട്ടുപാറയുള്ള ഒരു ചെക്കൻ തന്നെയാണ്. പിന്നെ പോയി ആശുപത്രിയിൽ പോയി കാണാമായിരുന്നു? അല്ല, എന്നോട് അവിടെ മെമ്പർ കൂടി സംസാരിച്ച് നീ പോയിക്കോ, ബസ്സിൽ ബാക്കിയുള്ള കുട്ടികളെ എടുത്തിട്ട് സ്കൂളിൽ എത്തിക്കോ, ബാക്കി ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ സ്കൂളിൽ എത്തിയതിനു ശേഷം വിളിച്ചു നോക്കി. അപ്പൊ മൂപ്പര് പറഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ വരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഓല് പറഞ്ഞു. പിന്നെ വീഡിയോ കണ്ടപ്പോ എല്ലാവർക്കും പൂർണ്ണ അത് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇന്റേതായ ഒരു ഇതില് ഞാൻ വൈകുന്നേരത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ബസ് നിർത്തിയിട്ട് ഞാൻ അവന്റെ വീട്ടിൽ പോയി സംസാരിച്ചു പോന്നു.